നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ബ്ലോക്ക് ക്ഷീരസംഗമവും സെമിനാറും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പ് പേരാമ്പ്ര ബ്ലോക്ക് ക്ഷീരസംഗമവും സെമിനാറും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. രാവിലെ നടന്ന കന്നുകാലി പ്രദർശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N.P. ബാബു ഉദ്ഘാടനം ചെയ്തു. K. സജീവൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചക്കിട്ടപ്പാറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ ബ്ലോക്ക് ക്ഷീരസംഗമം T.P. രാമകൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സംഘത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കണം. ഇനി പുതിയ സംഘം രൂപീകരിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അപ്രകാരമുള്ള നിലപാട് സ്വീകരിക്കണം. സംഘം കൃഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നു, ക്ഷീര കർഷകർക്ക് സംഘം പരമാവധി സംരക്ഷണം നൽകുന്നു എന്ന വിശ്വാസം കൃഷിക്കാരിൽ സൃഷ്ടിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കൈവരിച്ച നേട്ടങ്ങളെക്കാൾ ബഹുദൂരം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. കേരളം പാലുൽപാദനത്തിൽ മുൻപന്തിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ്. അത് നമുക്ക് നിറവേറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരമൊരു കൂട്ടായ പരിശ്രമത്തിന് നമുക്ക് ഈ ക്ഷീരസംഗമം സഹായകരമാകും എന്ന വിശ്വാസത്തോടു കൂടി ക്ഷീരസംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. അഭിവാദനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പ്രസിഡന്റ് N.P. ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ രശ്മി R. പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് മികച്ച കർഷകർക്ക് അവാർഡ് നൽകി ആദരിച്ചു. ആത്മ കിസാൻ ഗോഷ്ഠി സെമിനാറിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജീജ K.M. മോഡറേറ്ററായി. രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷൺമുഖവേൽ ക്ലാസ് എടുത്തു. പശുവിന്റെ ദേഹം ശരീരം പറയുന്നത് ടൂൾസ് പറയുന്നത് അതിന് ലക്ഷക്കണക്കിന് ദ്വാരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ കെമിക്കൽസ് ഈ ടിക്ടോക്സ് ഇങ്ങനെയുള്ള കുടുംബത്തിൽ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്ന സമയത്തില് അത് തൊലി വഴിയായിട്ട് ശരീരത്തില് ദേഹത്തില് പോയിട്ട് പാൽ വഴിയായിട്ട് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഈ വട്ടം പോകാനുള്ള നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ സീമക്കൊന്നുണ്ട് ഇല്ല, സീമക്കൊന്ന് ഇല ഉണ്ട്. സീമക്കൊന്നിന്റെ ഇല പശുക്കളുണ്ട് ഇല ദിവസം നിങ്ങൾ തീറ്റയായിട്ട് ഉപയോഗിക്കുക. രാവിലെ പശുവിനെ കറന്ന പാടെ ഒരു കാര്യം ചെയ്യുക. പശുവിന് പാൽ കറന്ന ശേഷം ഉടനെ പോയിട്ട് ലാഭകരമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ ഹിത S. ക്ലാസ് എടുത്തു. ശ്രീജിത്ത് CP, വിശാന്ത് K, മഞ്ജു ബാലകൃഷ്ണൻ എന്നിവർ ഡയറി ക്വിസ് നയിച്ചു. ചിപ്പി മനോജ്, രജിത PK, CK ശശി, ഗിരിജ ശശി, ഫീൽഡ് അസിസ്റ്റന്റ് മനോജ്, I. സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.